ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമമഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ തന്ന ധ്യാന ചിന്ത 84 സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യമാണ്. ഞാൻ POC ബൈബിളിൽ നിന്ന് ഇത് വായിക്കുന്നു. ബാഖ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ അവർ അതിനെ നീരുറവകളുടെ താഴ്വരയാക്കുന്നു. ശരത്കാല വൃഷ്ടി അതിനെ ജലാശയങ്ങൾ കൊണ്ട് നിറയ്ക്കും. ഇന്ന് പകൽക്കാലം 84-ാം സങ്കീർത്തനത്തിൽ നിന്ന് 1-2 ചിന്തകൾ പറയുവാനാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന പ്രകാശം. ഈ 84-ാം സങ്കീർത്തനത്തിൽ ഒരു കൂട്ടം ജനത്തെ കുറിച്ച്, അല്ലെങ്കിൽ അവർ അനുഗ്രഹിക്കപ്പെട്ട മേഖലയെക്കുറിച്ച് പറയുകയാണ്. അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വേണം വായിക്കേണ്ട. പക്ഷേ ഞാൻ 4-ാമത്തെ വാക്യം മാത്രം വായിക്കുന്നു. ആലയത്തിൽ വസിച്ച് ദൈവത്തെ നിത്യം സ്തുതിക്കുന്ന ആളുകൾ അവർ പോകുന്ന മേഖലകളിൽ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, അതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അപ്പം ദൈവത്തെ നിരന്തരം സ്തുതിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. ആ ജനം ബാഖ താഴ്വര എന്നുള്ളത് കണ്ണുനീരിൻ്റെ, വേദനയുടെ, ഭാരത്തിൻ്റെ താഴ്വരയാണ്. അല്ലെങ്കിൽ അവരെ കരയിപ്പിക്കുന്ന ഒരു താഴ്വര. ഈ കരയിപ്പിക്കുന്ന താഴ്വരയെ പ്രൈസ് ലോർഡ് അനുഗ്രഹത്തിൻ്റെ താഴ്വരയായി അവർ മാറ്റുന്നുവെന്ന്. പ്രൈസ് ലോർഡ്. അപ്പോൾ കരയിപ്പിക്കുന്ന താഴ്വര സ്തോത്രം ചെയ്യുന്നവർ, ദൈവത്തെ സ്തുതിക്കുന്നവർ, ഹല്ലേലൂയ, അവർ അതിനെ അനുഗ്രഹത്തിൻ്റെ താഴ്വരയാക്കി തീർക്കുന്നു. അവിടെ അനുഗ്രഹത്തിൻ്റെ താഴ്വര ആക്കി തീർക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ എഴുതിയിരിക്കുന്നത് മുൻമഴയാൽ അത് അനുഗ്രഹമാകും. മുൻമഴ എന്ന് വെച്ചാൽ ദൈവം അതിനെ മുൻകൂട്ടി, എന്ന് വെച്ചാൽ അവർ കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന മേഖലയ്ക്ക് പ്രൈസ് ലോർഡ് മുൻപേ, സ്തോത്രം ചെയ്യുന്നവർക്ക് അതിനു മുൻപേ ദൈവം ഒരനുഗ്രഹം അവർക്ക് ഉണ്ടാക്കി വച്ചിരിക്കുമെന്ന്. ഹല്ലേലൂയ. 2 തരം മഴയാണ് നമ്മൾ കൃഷി സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ബൈബിൾ വായിക്കുന്ന പഠിതാക്കൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 1 മുൻമഴ, 2 പിന്മഴ. കൃഷി ഇറക്കുന്നതിന് മുൻപ് പെയ്യുന്ന മഴയാണ്. കാരണം അത് കൃഷിക്ക്, ആ മഴയാണ് കൃഷി ഇറക്കുവാൻ അല്ലെങ്കിൽ കൃഷി ചെയ്യുവാനുള്ള അതിൻ്റെ ഒരുക്കോ ആരംഭമോ ഒക്കെ അതാ ചെയ്യുന്നത്. കൃഷി ഇറക്കി കഴിഞ്ഞു പെയ്യുന്നതാണ് പിന്മഴ. അപ്പം ഈ 2 മഴയും ഒരു വിത്തിന് അല്ലെങ്കിൽ ഒരു കർഷകന് ആവശ്യമാണ്. മുൻമഴയും പിന്മഴയും. ഇവിടെ പറയുന്നു, കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെ തൻ്റെ ഭക്തന്മാർ ഇറങ്ങുന്നതിന് മുൻപ് പ്രൈസ് ലോർഡ് ഒരു മഴ ദൈവം അയക്കും, ഒരു അനുഗ്രഹം ദൈവം വെക്കും. അത് അവർ ആ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ ഇറങ്ങുമ്പോൾ അതവർക്ക് അനുഗ്രഹമാക്കി ദൈവം തീർക്കും. പ്രൈസ് ലോർഡ്. ആർക്കാ? സ്തോത്രം ചെയ്യുന്നു. അപ്പം മുൻപേ നമ്മൾ സ്തുതിച്ചു കൊണ്ടിരിക്കുക, മുൻപേ നമ്മൾ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. ആ സ്തോത്രം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ദൈവം പ്രൈസ് ലോർഡ് അവരുടെ വിജയം, അവർക്ക് ആ ദുഃഖം എന്നുള്ള, അവരുടെ കണ്ണുനീരെന്നുള്ള ആ ഹല്ലേലൂയ സ്തോത്രം, അത് ദൈവം ഹല്ലേലൂയ സ്തോത്രം ഉല്ലാസത്തിൻ്റെയും ഹല്ലേലൂയ സ്തോത്രം അനുഗ്രഹത്തിൻ്റെയും ഒരു സമയമാക്കി തീർക്കും. നമ്മൾ പറയും യഹോശാഫാത്തിനോട് ഭേദപ്പെട്ട ഒരു വാക്ക് ആ ഭാഗം പറയുന്ന നമുക്കറിയാം. സ്തോത്രം 2 ദിനവൃത്താന്തങ്ങൾ പുസ്തകത്തിൽ ഹല്ലേലൂയ സ്തോത്രം അതിൻ്റെ 20-ാമത്തെ അധ്യായത്തിലാണ് കിടക്കുന്നത്. മുഴുവനായി വായിക്കുന്നില്ല. 3 രാജാക്കന്മാർ യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിന് വരുന്നു. യഹോശാഫാത്ത് അവർക്ക് നേരെ യുദ്ധം ചെയ്യുവാൻ
യാതൊരു ത്രാണിയുമില്ലാതെ ഭയപ്പെട്ട് നിൽക്കുന്നു. എന്നാൽ സ്തോത്രം, ഒരു ലേവ്യന്റെ മേൽ യഹോവയുടെ ആത്മാവ് വരികയും, പ്രൈസ് ലോർഡ്, ദൈവം അവനൊരു വിജയം കൊടുക്കുന്ന മേഖല, ഹല്ലേലൂയ സ്തോത്രം, അവനോട് ദൂത് പറയുകയും ചെയ്യുന്ന ഒരു ഭാഗം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അത് നമ്മൾ സ്തോത്രം 21-ാമത്തെ വാക്യം അതിൽ നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പിന്നെ അവൻ ജനത്തോട്, യെഹോശാഫാത്ത് ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിന്റെ മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിക്കുവീൻ, അവന്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബരുടെയും സെയീർ പർവ്വതക്കാരുടെ നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അവർ, പ്രൈസ് ലോർഡ്, അങ്ങനെ അവർ തോറ്റുപോയി. നോക്കണം, അവർ പാടി സ്തുതിച്ചുകൊണ്ട്. അപ്പോൾ ഒരു സ്തുതി, അല്ലെങ്കിൽ സ്തോത്രവും സ്തുതിയും കരയറ്റിയപ്പോൾ സ്തോത്രം, തങ്ങൾക്ക് എതിരെ വന്ന സ്തോത്രം 3 രാജാക്കന്മാർ അവർക്ക് മുമ്പേ തോറ്റുപോയി. പ്രൈസ് ലോർഡ്. വീണ്ടും നമ്മൾ കാണുന്നത് സ്തോത്രം, അവർ അന്യോന്യം നശിപ്പിച്ചു. 23, അന്യോന്യം നശിപ്പിച്ചു. അപ്പൊ സ്തോത്രം ചെയ്ത് സ്തുതിക്കുവാൻ തുടങ്ങിയപ്പോൾ യെഹോശാഫാത്തിന് നേരെ വന്ന 3 രാജാക്കന്മാർ തമ്മിൽ, പ്രൈസ് ലോർഡ്, നശിപ്പിച്ചു എന്ന് കാണുവാനിടയായി തീരുന്നുണ്ട്. സ്തോത്രം, പ്രൈസ് ലോർഡ്. 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, 20-26 കാണുന്നത്, 4-ാം ദിവസം അവർ ബരാഖ താഴ്വരയിൽ ഒന്നിച്ചുകൂടി അവർ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ബരാഖ താഴ്വര എന്ന് പറഞ്ഞു വരുന്നു. നോക്കണം, ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രത്തിന്, ഹല്ലേലൂയ സ്തോത്രം. അവരും അവരുടെ കുഞ്ഞുകുട്ടികളും മരിക്കേണ്ട സ്ഥാനത്ത് ശത്രു രാജാക്കന്മാർ അന്യോന്യം നശിക്കുകയും, പ്രൈസ് ലോർഡ്, വലിയൊരു കൊള്ള അവർ കൊണ്ടുവന്നിരുന്ന ആ വസ്തുക്കൾ, കൊള്ളകൾ മുഴുവൻ, എന്നുവെച്ചാൽ സമ്പത്തുകൾ മുഴുവൻ ഇവർക്ക് വെറുതെ ലഭിക്കുന്ന ഒരനുഭവം ഉണ്ടായി. നോക്കണം, സ്തോത്രം. 84-ാം സങ്കീർത്തനം പറയുകയാണ്, സ്തോത്രം ചെയ്യുന്ന, സ്തോത്രം, ഹല്ലേലൂയ, വ്യക്തികൾ, പ്രൈസ് ലോർഡ്, അവർക്ക് അവരുടെ കണ്ണുനീരുകൾ അനുഗ്രഹത്തിന്റെ മാർഗമായി മാറുക. ഹല്ലേലൂയ സ്തോത്രം. അവരുടെ കണ്ണുനീരിന്റെ താഴ്വര, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, അനുഗ്രഹത്തിന്റെ താഴ്വരയായി തീരുക. മാത്രമല്ല, അവിടെ നമ്മൾ കാണുന്നത് മുൻമഴയാൽ, ഹല്ലേലൂയ, മുന്നിൽ, സ്തോത്രം, ഈ രാജാക്കന്മാർ യുദ്ധം ചെയ്യുന്നതിന് മുൻപേ ദൈവം അവരെ തകർക്കുവാനുള്ള പദ്ധതിയും ഒരുക്കിയിടുമെന്ന്. ഇത് നമുക്ക് ഒന്നുകൂടെ വിശദീകരിക്കണമെങ്കിൽ എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് വരണം. എസ്തേറിന്റെ പുസ്തകത്തിൽ നമുക്ക്, പ്രൈസ് ലോർഡ്, ഹാമാൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ കാണുവാനായിട്ട് വരും. ഹല്ലേലൂയ സ്തോത്രം. ഹാമാൻ ഇസ്രായേലിനെ, അല്ലെങ്കിൽ യഹൂദ ജനത്തെ മുഴുവനും മുച്ചൂടെ മുടിച്ചു കളയുവാൻ വലിയൊരു പദ്ധതി ഒരുക്കുന്നുണ്ട്. നമുക്ക് ആ ഭാഗങ്ങളെല്ലാം അറിയാം. പ്രൈസ് ലോർഡ്. ഇത് അറിഞ്ഞ മൊർദെഖായും എസ്തേർ ഉപവസിക്കുന്നു. പ്രൈസ് ലോർഡ്. എന്നാൽ ഹാമാൻ ആ പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തത്, സ്തോത്രം, ഒരു ദിവസം പൂരീം എന്നൊരു ദിവസം. ഈ പൂരീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ ഹാമാന്റെ, അല്ലെങ്കിൽ സ്തോത്രം, അവരുടെ ജാതീയമായ രീതി അനുസരിച്ച് ചില പ്രത്യേക ദിവസങ്ങൾ അവർക്ക് ശക്തി കൂടും. ആ ശക്തി, അല്ലെങ്കിൽ ആ ദിവസം അവർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ, അവർ ചെയ്താൽ അത് ഫലിക്കും. അതിനുവേണ്ടി അവർ നോക്കി ഏത് ദിവസം വേണം ഇവരെ നേരെ യുദ്ധം ചെയ്യാൻ, ഇവരെ ഇവരെ കുഞ്ഞുകുട്ടികളെ, ഇവരെ മുഴുവനും ഈ ദേശത്ത് 127 സംസ്ഥാനങ്ങളും നശിപ്പിച്ച് കളയുവാൻ എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഹാമാനും കൂട്ടരും കൂടെ നോക്കി അവരുടെ ദൈവങ്ങളുടെ ശക്തി കൂടുന്ന ദിവസം, അല്ലെങ്കിൽ അതൊക്കെ ചീട്ടിട്ട് നോക്കിയപ്പോൾ പൂരീം എന്നൊരു ദിവസം കണ്ടു. നോക്കണം, ആ പൂരീം എന്ന ദിവസം കണ്ടിട്ട് ആ ദിവസം ഇവരെ കൊന്നുകളയുവാൻ വേണ്ടി എല്ലാ പദ്ധതിയും സെറ്റ് ചെയ്തു. നിൽക്കണം, സ്തോത്രം. എന്നാൽ ദൈവം അതിനു മുമ്പ്, ഹാമാൻ പ്രബലനാകുന്നതിന് മുമ്പ്, സ്തോത്രം, എസ്തേറിനെ ആ രാജസന്നിധിയിൽ കൊണ്ടുവരികയും മൊർദെഖായി രാജാവിന് ഇഷ്ടം തോന്നത്തക്ക രീതിയിൽ ചില ക്രമീകരണങ്ങളൊക്കെ മുന്നമേ ചെയ്തു. മുൻമഴയാൽ, ഹല്ലേലൂയ, മുന്നമേ ചെയ്തു. ഞാൻ പറയുന്നതിന്റെ അർത്ഥം നമ്മൾ നോക്കണം, പൂരീം എന്ന ദിവസം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹാമാന്റെ പദ്ധതി തകർന്നു എന്ന് മാത്രമല്ല,
ഹാമാനും കുഞ്ഞുങ്ങളും ഹല്ലേലൂയ സ്തോത്രം അവർ കഴുകുമരത്തിൽ തീർക്കപ്പെട്ടു എന്ന് മാത്രമല്ല, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, പൂരീം എന്ന ഹല്ലേലൂയ സ്തോത്രം അവന്റെ ദൈവത്തിന് ശക്തി വന്ന ദിവസം, അല്ലെങ്കിൽ അവൻ ആ കാര്യം ചെയ്താൽ അത് ഫലിക്കുമെന്ന് അവരുടെ സിസ്റ്റം അനുസരിച്ച് വിശ്വസിച്ച ആ ദിവസം ഇസ്രായേൽ മക്കളുടെ ഉത്സവ ദിവസങ്ങളിലെ ഒരു ദിവസമായി മാറി. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ തങ്ങളുടെ ശത്രുക്കളോട് ജയിച്ച് ഹല്ലേലൂയ തങ്ങൾ മരിക്കേണ്ട സ്ഥാനത്ത് ഹാമാന്റെ പദ്ധതികൾ പൊളിഞ്ഞ് അവരെ കൊല്ലുവാൻ വന്ന ശത്രുക്കൾ നിർമൂലമായി. ഹല്ലേലൂയ സ്തോത്രം. യഹൂദന്മാർക്ക് ഇസ്രായേൽ ജനത്തിന് സന്തോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഉത്സവത്തിന്റെയും ഒരു ദിവസമായി പൂരീം എന്ന ദിവസം ഹല്ലേലൂയ മാറ്റപ്പെടുവാനിടയായി തീർന്നു. ഇന്ന് ഞാനിത് പറഞ്ഞതിൻ്റെ അർത്ഥം, പ്രൈസ് ലോർഡ്, സ്തോത്രം ചെയ്യുന്നവന്, സ്തുതിക്കുന്നവന് ഹല്ലേലൂയ. 84 സങ്കീർത്തനക്കാരൻ അനേക അനുഗ്രഹങ്ങൾ പറയുന്നതിൻ്റെ ഒരനുഗ്രഹം ഇങ്ങനെ പറയുന്നു: അവർ കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ, അങ്ങനെ ഒരു ജനം കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ അത് അനുഗ്രഹത്തിൻ്റെ താഴ്വരയായി തീരും. മാത്രമല്ല, മുൻമഴയാൽ, പ്രൈസ് ലോർഡ്, കണ്ണുനീര് തൻ്റെ ജനത്തിന് വരുന്നതിന് മുൻപ്, കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെ തൻ്റെ ജനം കടക്കുന്നതിന് മുൻപ് ദൈവം അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി ഒരു പദ്ധതി ഒരുക്കി വെച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഹാമാൻ പ്രബലനാകുന്നതിന് മുമ്പ്, ഹാമാൻ സ്തോത്രം ആ മന്ത്രി പദത്തിന്റെ ആ ഹല്ലേലൂയ സ്തോത്രം നിലവാരത്തിലേക്ക് ഉയരുന്നതിന് മുമ്പ് എസ്തേറിനെ രാജസ്ഥാനത്ത് കൊണ്ടുവന്നു വെച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം ചെയ്യുമ്പോൾ, സ്തുതി അർപ്പിക്കുമ്പോൾ, കണ്ണുനീരിന്റെ താഴ്വര ഹല്ലേലൂയ സ്തോത്രം അനുഗ്രഹത്തിന്റെ താഴ്വരയായി തീരുക. നോക്കണം സ്തോത്രം ഹല്ലേലൂയ. പൂരീം തകരപ്പെട്ട ദിവസമായി എഴുതപ്പെടേണ്ടതാ. പൂരീം എന്ന ദിവസം ഹല്ലേലൂയ സ്തോത്രം അത് നാശത്തിന്റെ, അല്ലെങ്കിൽ യഹൂദന്റെ നാശത്തിന്റെ ചരിത്രമായി രേഖപ്പെടുത്തേണ്ട ഒരു ദിവസമാണ്. എന്നാൽ പൂരീം ഇസ്രായേലിന് അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ഉയർച്ചയുടെയും ഒരു ഉത്സവ ദിവസമായി ഹല്ലേലൂയ സമ്മാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുവിടുന്ന ജയത്തിന്റെ ഹല്ലേലൂയ സ്തോത്ര ദിവസമാക്കി ദൈവം മാറ്റി. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഒരു ബാഖയുടെ കണ്ണുനീരിന്റെ താഴ്വര യഹോശാഫാത്ത് രാജാവിന് ഉണ്ടാകേണ്ടതാ. ഹല്ലേലൂയ സ്തോത്രം. 3 രാജാക്കന്മാർ തങ്ങളെയും തങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും മുച്ചൂടെ മുടിക്കേണ്ടതാ. എന്നാൽ ബാഖ താഴ്വരയിൽ ഹല്ലേലൂയ തങ്ങളെ കൊല്ലുവാൻ വേണ്ടി വന്ന, തങ്ങളെ തകർക്കുവാൻ, തങ്ങളുടെ കുഞ്ഞുകുട്ടികളെ പിടിച്ചുകൊണ്ടുപോകാൻ വന്ന ശത്രു രാജാക്കന്മാർ തമ്മിൽ ഹല്ലേലൂയ സ്തോത്രം തമ്മിൽ സംഹരിച്ചു തകർന്നു കിടക്കുന്നത് യഹോശാഫാത്ത് കാണുമ്പോൾ ഹല്ലേലൂയ കണ്ടപ്പോൾ അവർ ബാഖ താഴ്വരയിൽ ഒന്നിച്ചുകൂടി സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. അവർ സ്തോത്രം ചെയ്തത് കൊണ്ട് ആ സ്ഥലത്തിന് ഹല്ലേലൂയ സ്തോത്രം ബരാഖ താഴ്വര എന്ന് പേർ വന്നു. അത് ബാഖയുടെ താഴ്വരയാകേണ്ടതാ, കണ്ണുനീരിന്റെ താഴ്വരയാകേണ്ടതാ. അതിന്റെ പേര് ബരാഖ എന്നല്ലാകേണ്ടത് ബാഖ എന്ന ഹല്ലേലൂയ ദുഃഖത്തിന്റെ, കണ്ണുനീരിന്റെ, തകർച്ചയുടെ ഒരു താഴ്വരയാകേണ്ടതാ. എന്നാൽ ഹല്ലേലൂയ അത് ബരാഖ താഴ്വരയായി മാറി. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആലയത്തിൽ വന്ന് ദൈവത്തെ നിരന്തരം സ്തുതിക്കുന്ന ദൈവം ഈ പ്രഭാതത്തിൽ ഈ വചനം വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, സ്തോത്രം ഹല്ലേലൂയ. നീ കണ്ണുനീരിന്റെ താഴ്വരയിലൂടെ പോകുകയില്ലെന്നല്ല, നീ ആ താഴ്വരയിലൂടെ പോയാൽ, ഓ ഹല്ലേലൂയ, അങ്ങനെയുള്ളവർ കണ്ണുനീരിന്റെ താഴ്വരയിലൂടെ ഹല്ലേലൂയ സ്തോത്രം ബാഖയുടെ അനുഭവത്തിലൂടെ പോയാൽ, ഹല്ലേലൂയ പൂരീമിന്റെ അനുഭവത്തിലൂടെ പോയിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, നിനക്കത് ഉത്സവത്തിന്റെയും ഹല്ലേലൂയ സ്തോത്രം കൊള്ള പങ്കുവെക്കുന്ന, അല്ലെങ്കിൽ ഹല്ലേലൂയ അല്ലെങ്കിൽ നിനക്കൊരിക്കലും നിന്റെ തകർച്ച കാണുവാൻ, നിന്റെ നശനം കാണുവാൻ ഇരിക്കുന്നവരുടെ മുമ്പിൽ ഹല്ലേലൂയ സ്തോത്രം ശ്രേഷ്ഠതകൾ പിടിച്ചുകൊണ്ട്, ഹല്ലേലൂയ നന്മകൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥ ദൈവം നിനക്ക് തരും എന്ന് ഈ വചനം വെച്ച് പറഞ്ഞ് ഞാൻ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഹാമാൻ പൂരീം എന്നൊരു ദിവസം കണ്ടുവച്ചത് ഇസ്രായേലിന്റെ പൂർണ്ണ നാശത്തിനു വേണ്ടിയായിരുന്നു. യഹൂദന്മാർ ഇനിയും ആ 127 സംസ്ഥാനങ്ങളിൽ ഒരാൾ പോലും ഇല്ലാതെ വരത്തക്കവണ്ണം തകരുവാനായി. എന്നാൽ ആ ദിവസം പൂരീം ഹല്ലേലൂയ തകർച്ചയുടെയും നാശത്തിന്റെയും ദിവസമാകേണ്ട ഹല്ലേലൂയ യഹൂദനാകേണ്ട ആ ദിവസത്തെ ദൈവരുടെ ഉത്സവത്തിൽ ഒരു ദിവസം കൂടെ കൂട്ടിക്കൊടുത്ത് ഹല്ലേലൂയ സന്തോഷത്തിന്റെ ദിവസമാക്കി മാറ്റി നിങ്ങൾ വായിച്ചു. യഹോശാഫാത്ത് ഹല്ലേലൂയ സ്തോത്രം തനിക്കെതിരെ വന്ന ഹല്ലേലൂയ സ്തോത്രം
മൂന്ന് രാജാക്കന്മാർ ഹല്ലേലൂയ തന്നെ നശിപ്പിക്കുവാൻ വേണ്ടി വരുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ അവർ യഹോവയോട് സ്തുതിച്ചു സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ അവർ തമ്മിൽ നശിച്ചു. അവർ കൊണ്ടുവന്ന ഹല്ലേലൂയ സ്തോത്രം വിലയേറിയ വസ്തുക്കളൊക്കെ ഹല്ലേലൂയ സ്തോത്രം യഹോശാഫാത്തിനും ഹല്ലേലൂയ അവർക്ക് ലഭിക്കുവാനിടയായി തീർന്നു. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ താഴ്വരയിൽ ഒന്നിച്ചുകൂടി ദൈവത്തെ സ്തുതിച്ചു. കർത്താവെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങി, സ്തുതിച്ചുകൊണ്ട് അവസാനിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം 84 സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഞങ്ങൾ പറയുന്നു, കർത്താവെ യഹോവയെ സ്തുതിക്കുന്നവർ അവരുടെ സ്തോത്രം അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേരുകയല്ലോ, പകരം കർത്താവെ ശത്രുവിൻ്റെ മേൽ നശിപ്പിക്കുവാനും തകർക്കുവാനും വരുന്ന ശത്രുവിൻ്റെ മേൽ ജയം ഘോഷിക്കുന്ന ഹല്ലേലൂയ കണ്ണുനീരിൻ്റെ താഴ്വരയെ സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒരു താഴ്വരയാക്കി മാറ്റുവാൻ സ്തോത്രം ചെയ്യുന്നവന് കഴിയുമെന്ന് ഈ വചനം വെച്ച് കർത്താവ് ഞങ്ങളോട് പറഞ്ഞതോർത്തു സ്തോത്രം. കർത്താവ് ആ മേഖലയിൽ ജനത്തെ അനുഗ്രഹിക്കണം. കണ്ണുനീരിൻ്റെ താഴ്വരയെ ഉല്ലാസത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും താഴ്വരയാക്കി സ്തോത്രം ചെയ്തതിന് മാറ്റിക്കൊടുക്കുന്ന എൻ്റെ ദൈവം ഇന്ന് പകൽക്കാലം ചിലരെ സ്തോത്രം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും സ്തോത്രം ചെയ്യുന്നവരുടെ കണ്ണുനീരിൻ്റെ താഴ്വരകൾ ഹല്ലേലൂയ കർത്താവെ ഉല്ലാസത്തിൻ്റെയും ഉത്സവത്തിൻ്റെയും ദിനമാക്കി കൊടുത്ത് ജനത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തുകൊണ്ട് സ്തോത്രം അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹീതമായൊരു ദിനം ദൈവജനത്തിന് തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.